അരുൺ, എനിക്കിപ്പോ പറ്റില്ല, ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ നീ എന്തിനാണ് രാവിലെ ഇപ്പോൾ കുളിച്ചൊരുങ്ങി ഇങ്ങോട്ട് കിട്ടിയത്? ഞാൻ അരുണിനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കാൻ വന്നതാ. എനിക്കൊന്നും വേണ്ട, വിശപ്പില്ല. അരുൺ, ഞാൻ എന്തെങ്കിലും കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തേനെ. അരുണിന് വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ എഴുതിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് വേണ്ടാന്ന് തോന്നുന്ന കാര്യം വേണ്ടാന്ന് പറയാൻ എനിക്കും ഉണ്ട് അവകാശം. അരുൺ, ഞാൻ ബെഡിൽ ഒരു നോ പറഞ്ഞു എന്ന് വെച്ച് ഒരു ഭാര്യയുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഞാൻ എന്തിനാ ഒഴിവാക്കുന്നത്? നിന്നെ ഞാൻ ആഹാരം ഉണ്ടാക്കാനല്ലല്ലോ കല്യാണം കഴിച്ചത്. വീട്ടുകാര്യം നോക്കാനാണെങ്കിലേ ഞാൻ വേലയ്ക്ക് ആലോചിച്ചാൽ മതിയായിരുന്നല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസം ആവാറായി. ഞാൻ ഇതുവരെ നിന്റെ ദേഹത്തൊന്നും തൊട്ടിട്ട് പോലുമില്ല. ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. പല സമയം എൻ്റെ നിയന്ത്രണം വിട്ടുപോയിട്ടും ഞാൻ കൺട്രോളിൽ ഇരുന്നിട്ടുള്ളൂ. ശരിക്കും എന്താ നിന്റെ പ്രശ്നം? അതെങ്കിലും പറ. നീ എന്തിനാണ് എന്നെ കെട്ടിയത്? പുറത്ത് ഭാര്യയുടെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ചെയ്യുന്നതിൽ നീ 100 out of 100. പക്ഷെ സ്വകാര്യ നിമിഷങ്ങളിൽ വട്ടപ്പൂജ്യം. ശ്വേത, എൻ്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. ഞാനൊരു പുരുഷനാണ്, അതിലുപരി ഒരു മനുഷ്യനും. അരുൺ, അത് ശ്വേത, എന്താ പ്രശ്നമെന്നെങ്കിലും നീ പറയേ പ്ലീസ്. നിനക്കൊന്നും പറയാനില്ല അല്ലേ? കാത്തിരുന്ന് കിട്ടിയ ഒരു പെണ്ണ്. നിന്നെ പെണ്ണ് കാണാൻ വന്ന നാള് മുതൽ ആദ്യ രാത്രി വരെ സ്വപ്നത്തിലെ കുട്ടിയെ കണ്ട സന്തോഷത്തിലായിരുന്നു ഞാൻ. ഇങ്ങനെയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കാനാണ് എൻ്റെ വിധി എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഫുഡൊന്നും വേണ്ട ശ്വേത. നീ എന്താന്ന് വെച്ചാൽ കഴിക്കുകയും ഇവിടെ ഇരിക്കുകയും എന്തുവേണോ ചെയ്യും. അരുണേ, വാ കഴിക്കാം. ചേട്ടൻ കഴിച്ചോ കേട്ടോ, ഞാൻ പുറത്തുനിന്ന്. എന്താ ഭക്ഷണം കൊണ്ടുപോയത്? വൈഫിന് സുഖമില്ലേ? അതോ നീ വല്ല പണിയും പറ്റിച്ച? കല്യാണം കഴിച്ചതേ വലിയ പണിയായി പോകുന്ന വിചാരിച്ചിരിക്കുക ഞാനിവിടെ. എന്താടാ, നിങ്ങളൊന്നും വല്ല പ്രശ്നമുണ്ടാ? എന്തൊന്നും മിണ്ടാത്ത? ചേട്ടാ, പ്രശ്നമുണ്ട്, കുറച്ച് പേഴ്സണലാണ്. കേട്ടോ നമ്മൾ അന്യന്നെ വീട്ടിൽ വിട്ടാ കേട്ടോ. വൈകിട്ട് ബൈ ബൈ. അപ്പോൾ ഇത്രയും നാളായിട്ട് നിങ്ങളുടെ ഇടയിൽ ഒന്നും ഉണ്ടായിട്ടില്ല? അതല്ലേ അനുഭവത്താ ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ചില സമയത്തെ അവള് എൻ്റെ മുമ്പിൽ ഇങ്ങനെ കുളിച്ചൊരുങ്ങി വന്ന് നിൽക്കും, ഈ സിനിമയിലൊക്കെ ഉള്ള പോലെ. ഞാൻ ഉപയോഗിക്കുന്ന സോപ്പിന് ഇത്രയും മണം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നൊരു നിമിഷം. ആ ടൈമിൽ അവൾ പറഞ്ഞതൊക്കെ മറന്ന് ഞാൻ അറിയാതെ അവളെ ഒന്ന് തൊടാൻ പോകും. അപ്പോൾ അവളുടെ മുഖം ഒന്ന് ചേട്ടൻ കാണണം. ഏതോ മാറാരോഗമുള്ളവൻ വരുന്ന പോലെ അവൾ എന്നോട് പ്രതികരിക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ആ വഴിക്ക് പോകാറില്ല. എടാ മണ്ട, അവർക്ക് സമയം വേണം, പ്രിപ്പയർഡ് അല്ല എന്നൊക്കെയാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എടാ ഇത് അതൊന്നും അല്ലെന്നേ, ഇത് മറ്റേതാ. മറ്റേതോ? എടാ ഒന്നുകിൽ അവൾ ലെസ്ബിയൻ, അല്ലെങ്കിൽ അവൾക്ക് വേറെ ഏതോ ഒരുത്തനുണ്ട്. ചിലപ്പോൾ ഇഷ്ടമില്ലാതെ ആയിരിക്കും അവൾ നിൻ്റെ മുമ്പിൽ തലകുനിച്ച് തന്നത്. പക്ഷെ ഇപ്പോൾ ഇതൊക്കെ സാധാരണമാണല്ലോ. എടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നെല്ലും പതിരും ആദ്യമേ തിരിച്ചറിയുന്നതാണ് നല്ലത്. എന്തായിട്ടാ? ചേട്ടാ, മോള് സ്കൂളിൽ വിട്ടേക്കാണ്. വൈകിട്ട് ഇവിടെ ആക്കാനാണ് ഓട്ടോക്കാരനെ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റ് ആവും. ശരി ശരി ശരി. എന്ത് ബുദ്ധിമുട്ട്. ശരി. പിന്നെ ചേട്ടാ, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു, അവള് 2-3 ദിവസമായിട്ട് ഭയങ്കര ഗ്ലൂമി ആണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിള്ളേരല്ലേ സ്കൂളിൽ മറിഞ്ഞ് തിരിഞ്ഞൊക്കെ വരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. വേറെ കുഴപ്പമൊന്നുമില്ല. ശരി ശരി ശരി, ഞാൻ വിളിച്ചോ. ഓക്കെ. എടാ ഒന്നുകിൽ അവൾ ലെസ്ബിയൻ, അല്ലെങ്കിൽ അവൾക്ക് വേറെ ഏതോ ഒരുത്തനുണ്ട്. ചിലപ്പോൾ ഇഷ്ടമില്ലാതെ ആയിരിക്കും അവൾ നിൻ്റെ മുമ്പിൽ തലകുനിച്ച് തന്നത്. എടാ എന്നാലും അവൾ പറയുന്നത് വിശ്വസിച്ച് നീ നിന്നല്ലോ.
എടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നെല്ലും പതിരും ആദ്യമേ തിരിച്ചറിയുന്നതാണ് നല്ലത്. ഡാ മോളി പാല് കുടിക്കും. അച്ഛനും അമ്മയും വരാനേ കുറച്ച് ലേറ്റ് ആവും. മോക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? 2-3 ദിവസമായിട്ട് ഡള്ളാണല്ലോ ആള്. ഇല്ല. ഒന്നുമില്ല. എന്നാലേ ആൻറ്റി അങ്കിളിന് ചായ കൊടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് ബോർഡ് ഗെയിംസ് കളിക്കാം. ഓക്കെ, പാല് കുടിക്കും. ഇതാരും ചായ കുടിക്കും. ശ്വേത, സത്യം പറ, ആരാ അവൻ? ഏതവൻ? നിന്നെ ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ നിന്നോട് ചോദിച്ചല്ലേ നിനക്ക് വല്ല അഫെയർ ഉണ്ടോന്ന്. ആദ്യ രാത്രിയിൽ നിന്റെ അവഗണന കണ്ടപ്പോഴും ഞാൻ ചോദിച്ചു. അപ്പോഴും ഞാൻ റെഡിയല്ല, പ്രിപ്പയർഡ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും നീ എന്നെ പറ്റിച്ചതാണോ? നിങ്ങൾ രണ്ടുപേരും കൂടി എന്തെങ്കിലും തീയതി തീരുമാനിച്ച് ഒളിച്ചോടാനുള്ള പ്ലാൻ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ എന്നോട്, ഞാൻ കൊണ്ടാക്കി തരാം നിന്നെ. ആരും വിചാരിക്കുന്ന പോലെ എനിക്കങ്ങനെ ആരുമില്ല. എൻ്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഈ കല്യാണം നടന്നത്. പൂർണ്ണ മനസ്സോടെയാണ് ഞാൻ അരുണിനെ സ്വീകരിച്ചതും. അപ്പോൾ അതല്ല അല്ലേ? അല്ല. പിന്നെ മറ്റേതാ? മറ്റതോ? ഈ ലെസ്ബിയൻ, അസെക്ഷൽ അങ്ങനെ എന്തെങ്കിലും? അല്ല, ഞാൻ ഹെറ്ററോ തന്നെയാണ്. ഫിസിക്കൽ ഇൻറ്റിമസിക്ക് റെഡിയല്ല. സോ എനിക്ക് കുറച്ച് സമയം വേണം. എപ്പോഴാ? മൂക്കിൽ പല്ല് വരുമ്പോഴോ? എൻ്റെ ഒരു വിധി അല്ലാതെ എന്താ? ചേച്ചി എന്തിനാ കരയുന്നേ? ഞാൻ കരഞ്ഞില്ലല്ലോ. കള്ളം പറയല്ലേ. കരയാതെ ഇരുന്നാൽ ഞാൻ മുട്ടായി തരാം. ഞാൻ കരയുമ്പോഴാണ് ഒട്ടമാമ എനിക്ക് മുട്ടായി തരാറുള്ളത്. അതിന് മോൾ എന്തിനാ കരയുന്നത്? മാമൻ്റെ കൂടെ ഗെയിം കളിക്കുമ്പോൾ മോൾക്ക് വേണിക്കും. അപ്പം മോൾ കരയും. ഗെയിമോ? എന്ത് ഗെയിം? ആ, കണ്ണ് പൊത്തി എഴുതി ഗെയിം കളിക്കും. ഞങ്ങൾ മാത്രമേ കാണുള്ളൂ. എല്ലാത്തിനും അവസാനം ഞാൻ ജയിക്കും. അപ്പോഴും മാമ മുട്ടായി തരും. വാ മോളെ, മോളോടെ ഗെയിം കളിക്കാൻ വേണ്ടി മാമൻ നേരത്തെ പ്ലേ ഇറക്കി. മോൾ വാ, ഫ്രണ്ടിൽ വന്നിരിക്കും. ചേച്ചി സോറി ചേച്ചി, എനിക്കൊരു അബദ്ധം പറ്റിയാണ് ചേച്ചി. ഈ പേരിലൊരു പ്രശ്നം ഉണ്ടാകില്ല ചേച്ചി. പ്രശ്നം ഉണ്ടാക്കല്ലെന്നോ? ചെയ്യുമ്പോൾ നിനക്ക് തോന്നില്ലടാ ഒരു കൊച്ചു കുട്ടിയെ. ചേച്ചി ഇത് വേണ്ട ചേച്ചി, ആരെങ്കിലും അറിഞ്ഞ പ്രശ്നം. പോലീസിനെ വിളിക്കും. ഇവന് ഇനി അകത്ത് നടന്നാൽ മതി. ചേട്ടനും ചേച്ചിക്ക് കുറച്ചും കൂടെ ഒക്കെ റെസ്പോൺസിബിൾ ആവാമായിരുന്നു എനിക്ക് തോന്നുന്നത്. ചേട്ടനോട് പറയണം ചേച്ചിയുടെ ജോലിയൊക്കെ മതിയാക്കിച്ചിട്ട് വീട്ടിലിരുന്ന് കുഞ്ഞിൻ്റെ കാര്യം മര്യാദയ്ക്ക് നോക്കാൻ. അവര് വീട്ടിൽ ഇരുന്നാൽ എല്ലാം ശരിയാവോ? എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ കൂടെ വീട്ടിലുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് സംഭവിച്ചതോ? അതായിരുന്നു നമ്മൾ തമ്മിൽ ഈ അകൽച്ച. എനിക്ക് പേടിയാ. എനിക്കും ഇതുപോലൊരു ചൈൽഡ്ഹുഡ് ട്രോമയുണ്ട്. അരുൺ തൊടുമ്പോഴല്ല എനിക്ക് അയാൾ ഓർമ്മ വരും. അയാളുടെ നഖം കൊണ്ട് വേദനിച്ചത് ഓർമ്മ വരും. അതാ എനിക്ക് ഈ അറപ്പ്. നിനക്ക് അറ്റ്ലീസ്റ്റ് എന്നോടൊന്ന് പറയായിരുന്നു. ഇതൊന്നും അറിഞ്ഞൂടാതെ ഞാൻ എന്തൊക്കെയാ ആലോചിച്ച് കൂട്ടിയത്. ഇവന്മാരെ ഒക്കെ കൊല്ലണം. ആരെയൊക്കെ കൊല്ലുമായിരുന്നു നീ? ഇവിടെ ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നെങ്കിൽ എനിക്ക് ട്യൂഷൻ സാർ ആയിരുന്നു. വേറെ എവിടെയെങ്കിലുമൊക്കെ ബന്ധുക്കളായിരിക്കും, അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. എല്ലാ ആണുങ്ങളും ഇതുപോലെ അല്ല. പക്ഷെ ചിലരുണ്ട്, അവരാണ് ശാപം. എനിക്ക് അരുണിനെ ഒരുപാട് ഇഷ്ടമാണ്. ഒരു നല്ല ഫാമിലി ലൈഫ് സ്വപ്നം കണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചതും. ഫസ്റ്റ് നൈറ്റിൽ അരുണിനെ തൊട്ടപ്പോൾ എനിക്ക് വീണ്ടും എല്ലാം ഓർമ്മ വന്നു. പലപ്പോഴും ഞാൻ അരുണിനോടെല്ലാം പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷെ അതൊക്കെ ഓർത്തു പറയാൻ ശ്രമിക്കുമ്പം എനിക്ക് വീണ്ടും സങ്കടവും. ഐ എം സോറി. ശ്വേത, ഡോണ്ട് സേ സോറി. വിഷമിക്കാതെ, വി വിൽ വർക്ക് ഇറ്റ് ഔട്ട്. ശ്വേത, ഡോണ്ട് സേ സോറി. വിഷമിക്കാതെ, വി വിൽ വർക്ക് ഇറ്റ് ഔട്ട്.